ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. മയക്കുമരുന്ന് ദുരുപയോഗം, അനധികൃത മയക്കുമരുന്ന് വ്യാപാരം, മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്കെതിരെ സാമൂഹിക അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായാണ് 1989 മുതൽ എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ചങ്ങലകൾ തകർക്കുക, പ്രതിരോധം, ചികിത്സ, വീണ്ടെടുക്കൽ എന്നതാണ് ഈ വർഷം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന ലഹരി വിരുദ്ധ ദിന പ്രമേയം. ഈ പ്രമേയം മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനും ആവശ്യമുള്ളവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിതരായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഊന്നൽ നൽകുന്നു. മയക്കുമരുന്നുകളുടെ ദുരുപയോഗവും അനധികൃത ലഹരിക്കടത്തും ലോകത്താകമാനം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ 292 ദശലക്ഷം ആളുകൾ നിലവിൽ വിവിധ തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടുള്ളതായി UN ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം 2024 പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മയക്കുമരുന്ന് ദുരുപയോഗം കേരളത്തിലും ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് 87,000-ലധികം മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 130% വർധനയാണുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം 27,701 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കണക്കുകൾ കേരളത്തിൽ മയക്കുമരുന്ന് ദുരുപയോഗം ഗുരുതരമായ പ്രശ്നമായി മാറിക്കഴിഞ്ഞുവെന്നും ഇതിനെ നേരിടാൻ ശക്തമായ നടപടികൾ അനിവാര്യമാണെന്നും അടിവരയിടുന്നു. നോ ടു ഡ്രഗ്സ് പോലുള്ള പ്രചാരണങ്ങളിലൂടെയും ശക്തമായ നിയമ നടപടികളിലൂടെയും ഈ പ്രശ്നത്തെ നേരിടാൻ സർക്കാർ ശ്രമിച്ചു വരുന്നതായി സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ വിപുലമായിട്ടുള്ള പരിപാടികളാണ് സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പും സർക്കാരും മറ്റ് വകുപ്പുകളും പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളും ചേർന്ന് നടത്തുന്നത്. നോ ടു ഡ്രഗ് ക്യാമ്പയിൻ കേരളം അതിലൊരു മാതൃക തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിയിട്ടുള്ള ക്യാമ്പയിൻ നാം നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ച വിവിധ യോഗങ്ങൾ നേരിട്ട് വിളിച്ചു ചേർത്തിരുന്നു. വിപുലമായിട്ടുള്ള ആസൂത്രണമാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. മയക്കുമരുന്ന് ഒരു സാമൂഹിക വിപത്ത് എന്ന നിലയിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടം സമൂഹത്തെയാകെ അണിനിരത്തി നടത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് വിവിധ ഏജൻസികൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. എക്സൈസും പോലീസും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടത്തുന്നുണ്ട്. അത് തുടരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കടുത്ത നടപടികൾ തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ അത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സമൂഹത്തെ ആകെ അണിനിരത്തുന്ന പ്രവർത്തനങ്ങൾ, വിപുലമായ ബോധവൽക്കരണം അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തും. ആധുനിക സമൂഹം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളിയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ആകർഷകമായ പേരുകളിലും രൂപങ്ങളിലും രാസലഹരികൾ ചേർത്ത വസ്തുക്കൾ ഇന്ന് വ്യാപകമാണ്. ചോക്ലേറ്റ്, സ്പ്രേ, സ്റ്റാമ്പ്, ബീഡി, സിഗരറ്റ് തുടങ്ങി പരിചിതമോ അല്ലാത്തതോ ആയ വസ്തുക്കളിലൂടെ ലഹരി മരുന്നുകളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലഹരി മാഫിയകളുടെയും വിൽപ്പന നടത്തുന്നവരുടെയും ശൃംഖലകൾ കണ്ടെത്തി ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമകളായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വിമുക്തി മിഷൻ പോലുള്ള ഉദ്യമങ്ങളും നടത്തിവരുന്നതായി സംസ്ഥാന എക്സൈസ് ജോയിന്റ് കമ്മീഷണറും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ കോഓർഡിനേറ്ററുമായ വിനോദ് കുമാർ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൽ മയക്കുമരുന്ന് പ്രധാനമായും എത്തിച്ചേരുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും വൻ നഗരങ്ങളിലായ ബാംഗ്ലൂർ, ഡൽഹി കൂടാതെ
വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും മയക്കുമരുന്ന് കേരളത്തിൽ എത്തിച്ചേരുന്നത്. ഇത് തടയാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഒപ്പം തന്നെ വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് അതിവിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. സംസ്ഥാനത്തുടനീളം 14 ജില്ലകളിലും വിമുക്തി മിഷനും ആരോഗ്യ വകുപ്പുമായി ചേർന്ന് ഡി അഡിക്ഷൻ സെന്ററുകൾ നടത്തിവരുന്നു. ഈ ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചികിത്സ സർക്കാർ ചെലവിലാണ് നടത്തിക്കൊടുക്കുന്നത്. നമുക്കറിയാം NDPS ആക്ട് 1985 ആണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള നിയമം ഇന്ത്യയിലുള്ളത്. വളരെ ചെറിയ അളവിൽ, ഉദാഹരണത്തിന് ചില സിന്തറ്റിക് മയക്കുമരുന്നുകൾ 1/2 ഗ്രാമിന് മേളിൽ കൈവശം വച്ചാൽ പോലും 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായി കാണപ്പെടുന്നു. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനും സമൂഹത്തിനും ഏറ്റവും നല്ലത്. മയക്കുമരുന്നുകളുടെ ദുരുപയോഗം വ്യാപകമാകുന്നതോടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ വരെ കൊലപ്പെടുത്തുന്നതുൾപ്പെടെ എണ്ണമറ്റ ക്രൂരകൃത്യങ്ങൾക്ക് നാം സാക്ഷിയാകുന്നു. ശാരീരിക അവശതകൾക്ക് പുറമെ കടുത്ത മനോരോഗങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കുടുംബങ്ങൾ ശിഥിലമാകുന്നതിനും ലഹരി ഉപയോഗം വഴിവെക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ പറയുന്നത് ശ്രദ്ധിക്കാം. വളരെ ചെറിയ പ്രായം തൊട്ടുള്ള വ്യക്തികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അത് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ശരാശരി 12 വയസ്സിൽ പുകവലി ശീലം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യപാനത്തിലേക്കും പിന്നീട് രാസലഹരികളിലേക്കും പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്നു. പലപ്പോഴും ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നോ എന്ന സംശയം മാതാപിതാക്കൾക്ക് തോന്നാൻ ചില ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പഠനത്തിൽ പെട്ടെന്ന് പിന്നാക്കം വരുന്നു. പഴയ സുഹൃത്തുക്കളോടൊന്നും ഇടപെടാതെ പുതിയ ചില സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നു. ആ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്താൻ മടിക്കുന്നു. അവരോടൊപ്പം സഞ്ചരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. പഠനത്തിലും കളികളിലും ഒട്ടും താല്പര്യമില്ലാതെ വരുന്നു. ശരീരം തീരെ ശോഷിച്ചു വരുന്നു. കണ്ണുകൾ ചുമന്ന് ഇരിക്കുന്ന അവസ്ഥ വരുന്നു. ശരീരഭാഗങ്ങൾ മുറിവേൽക്കുന്നു. ഉറക്കക്കുറവ്, അമിത ദേഷ്യം, ശബ്ദം കേൾക്കുമ്പോഴുള്ള അസഹിഷ്ണുത, അക്രമ സ്വഭാവം എന്നിവയും ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ കാണുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. ലഹരിക്ക് അടിമകളാകുന്നവരെ കണ്ടെത്തുന്നതും ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകി അവരെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുക എന്നതും പ്രധാനമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരാണ് ഇവരിലേറെയും. ഇത് തിരിച്ചറിയുന്നതിനുള്ള ശ്രമങ്ങൾ കുടുംബങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും തുടങ്ങണം. അധ്യാപകരും രക്ഷകർത്താക്കളും ഇക്കാര്യത്തിൽ ജാഗരൂകരാകേണ്ടതുണ്ട്. ഡോക്ടർ അരുൺ ബി നായർ തുടരുന്നു. ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ 6 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത്. 1, രാവിലെ ഉണരുമ്പോൾ തന്നെ ലഹരി വസ്തു ഉപയോഗിക്കാം എന്ന തീവ്രമായ ആസക്തി അവരെ സ്വാധീനിക്കുന്നു. 2, ലഹരി വസ്തു ഉപയോഗിക്കുന്നതിന്റെ അളവും അതിന്റെ സമയവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. 3, ക്രമേണ കൂടുതൽ അളവ് ലഹരി ഉപയോഗിച്ചാൽ മാത്രം ആഹ്ലാദ അനുഭൂതികൾ കിട്ടുന്ന സ്ഥിതിവിശേഷം. 4, പൊടുന്നനെ ഈ ഉപയോഗിക്കുന്ന ലഹരി വസ്തു ലഭിക്കാതെ വരുമ്പോൾ ശക്തമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. 5, ഈ ലഹരി വസ്തുവിന്റെ ഉപയോഗം മാത്രമാണ് അവർക്ക് അല്പമെങ്കിലും ആഹ്ലാദം നൽകുന്ന ഏക കാര്യം. 6, ഈ ലഹരി ഉപയോഗം അപകടകരമാണ് എന്ന് അറിയാമെങ്കിലും അത് നിയന്ത്രിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ സാധിക്കുന്നില്ല. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ 1 വർഷമായി ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചികിത്സ ആവശ്യമുള്ള ലഹരി അടിമത്തം എന്ന മാനസിക രോഗം അനുഭവിക്കുന്നു എന്നർത്ഥം. ലഹരി വിമോചന ചികിത്സയ്ക്ക് 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ ഘട്ടത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലമുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങളെയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെയും ചികിത്സിക്കാനുള്ള വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ആണ്. 7 ദിവസം തൊട്ട് 14 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സയിലൂടെ ലഹരി ഉപയോഗം മൂലം പൊടുന്നനെ ഉണ്ടായ ശാരീരിക മാനസിക പ്രത്യാഘാതങ്ങളും പിൻവാങ്ങൽ ലക്ഷണങ്ങളും ഭേദപ്പെടുത്താൻ സാധിക്കും. ഇത് കഴിഞ്ഞ് 2ാം ഘട്ട ചികിത്സയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ്. ലഹരി വസ്തുക്കളോടുള്ള ആസക്തി കുറയ്ക്കുകയും ലഹരി വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കി ജീവിതത്തിലെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിൽ ആഹ്ലാദം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുകയും ചെയ്യുകയാണ് ഈ ചികിത്സയുടെ ലക്ഷ്യം. ഇതിന് ലഹരി വസ്തുവിനോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും
കുടുംബാംഗങ്ങൾക്കുള്ള പരിശീലനവും ഉൾപ്പെടുന്നു. 6 മാസം തൊട്ട് 9 മാസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെയാണ് പുനഃപതന പ്രതിരോധം സാധ്യമാകുന്നത്. കൃത്യമായ ചികിത്സ ആരംഭഘട്ടത്തിൽ തന്നെ നൽകി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വ്യക്തികളെയും ലഹരി വസ്തുക്കളുടെ നീരാളി കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മയക്കുമരുന്ന് ദുരുപയോഗത്തിൽ കുട്ടികളുടെയും യുവാക്കളുടെയും വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം ആശങ്കാജനകമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം 2880ഓളം കുട്ടികളെയാണ് ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ചത്. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 45% കൂടുതലാണ്. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വയ്ക്കുന്ന ലഹരി മാഫിയകൾ കുട്ടികളെയും കൗമാരപ്രായക്കാരെയും ലഹരിയുടെ ചതിക്കുഴികളിലേക്ക് തള്ളിവിടുന്നു. പൊതുവിദ്യാലയങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതായി അധ്യാപികയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ആശ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് പദ്ധതി ആരംഭിച്ച കാലം മുതൽ തന്നെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. SPCയുടെ 7 കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകളിൽ ഒന്ന് കേരളം ലഹരിക്കെതിരെ എന്നുള്ളതാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഏകോപിപ്പിക്കുന്നത്. കാഡറ്റ്സ് 5 പേർ അടങ്ങുന്ന ഒരു സംഘമായി തിരിഞ്ഞ് മറ്റു കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നു. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അതായത് കാഡറ്റ്സ് തിരിച്ചറിയുകയാണെങ്കിൽ ഒന്നുകിൽ അവരുടെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ SPCയുടെ ഓഫീസേഴ്സിനെയോ അറിയിക്കുന്നു. അതനുസരിച്ച് നമുക്ക് ആ കുട്ടികളെ തുടക്കത്തിൽ തന്നെ നല്ലൊരു കൗൺസിലിങ്ങും ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ നമുക്ക് ആദ്യമേ തന്നെ അതിൽ നിന്ന് മാറ്റാൻ പറ്റും. അതുപോലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട നിരന്തരമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്. ഫ്ലാഷ് മോബുകൾ കാണിക്കാറുണ്ട്. ലഹരി വിരുദ്ധ നാടകങ്ങള്, മൈമ്, അതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുട്ടികളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള സമരമാണ് ശരിക്കും പറഞ്ഞ SPCയുടെ പ്രഖ്യാപിത നയം. ഒരു ലഹരി രഹിത കലാലയമാണ് ഓരോ SPC കാഡറ്റിന്റെയും ലക്ഷ്യം. കലാലയത്തിൽ മാത്രമല്ല, സ്വന്തം സമൂഹത്തിലും ലഹരിക്ക് അടിമപ്പെട്ടവരെ അവർ നേർദിശയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഉത്തമ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഓരോ SPC കാഡറ്റും പ്രതിജ്ഞാബദ്ധരാണ്. സ്കൂൾ പരിസരങ്ങളിൽ ലഹരിയുടെ ഉപയോഗവും വിപണനവും ശ്രദ്ധയിൽപ്പെട്ടാൽ വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും. ഇക്കാര്യത്തിൽ തങ്ങൾ ജാഗരൂകരാണെന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും പട്ടം ഗവൺമെന്റ് മോഡൽസ് ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ കൃഷ്ണ RR പറയുന്നു. ഞാനൊരു SPC കേഡറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോടകം തന്നെ ഒരുപാട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ലഹരി ചതിക്കുഴികളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹം ശ്രദ്ധിക്കുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ്. SPC പോലുള്ള പദ്ധതികളും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളും എപ്പോഴും ജാഗരൂകരാണ്. അവർ നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്കിടയിൽ ഒരു ലഹരി ഉപയോഗം കണ്ടാൽ നാം എന്താണ് ചെയ്യേണ്ടത്? SPCയുടെ ഭാഗമായി കേരള പോലീസിന്റെ യോദ്ധാവ് എന്ന ഒരു പദ്ധതിയുണ്ട്. അതിന്റെ നമ്പറിലേക്കായ 9990966666 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ എക്സൈസിന്റെ പദ്ധതിയായ വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പറായ 144005 9061178000 വിളിക്കാവുന്നതാണ്. നേർവഴി പോലുള്ള മറ്റു പദ്ധതികളും ഇതിനോടകം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ലഹരി സൃഷ്ടിക്കുന്ന ഘോര വിപത്തുകൾ വാക്കുകൾക്കതീതമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, കുടുംബത്തിന്റെ സന്തോഷവും സമൂഹത്തിന്റെ കെട്ടുറപ്പും തകർത്തെറിയാൻ ഈ മാരക വിഷത്തിന് കഴിയും. ഓർക്കുക, ലഹരിമുക്തമായ സമൂഹം ഭാവിയുടെ വാഗ്ദാനമാണ്. നോ ടു ഡ്രഗ്സ് എന്നത് പാഴ്വാക്കാക്കാൻ പാടില്ല. അത് നാം ഓരോരുത്തരുടെയും പ്രതിബദ്ധതയാണ്. ലഹരിയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും ലഹരിക്കെതിരായ സന്ദേശത്തിലൂടെ സാമൂഹിക അവബോധമുണർത്താനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.